എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് another video of Knowledge Junction Learn with Sweety. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. ആദ്യമേ തന്നെ എന്താണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്നെന്ന് നോക്കാം. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ ആജീവനാന്ത സംഭാവനകളെ മാനിച്ച് ഭാരത സർക്കാർ സമ്മാനിക്കുന്ന പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇന്ത്യൻ ചലച്ചിത്രത്തിൻ്റെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ 100ാം ജന്മവാർഷികമായ 1969 മുതൽക്കാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റവും ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിൽ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് കൊടുക്കുന്ന പുരസ്കാരമാണ്. പുരസ്കാരം തുടങ്ങിയ വർഷം 1969. ആദ്യ പുരസ്കാരം സമ്മാനിച്ച വർഷം 1969. ഏറ്റവും അവസാനം പുരസ്കാരം നൽകിയ വർഷം 2023. പുരസ്കാരം നൽകുന്നത് ഭാരത സർക്കാരാണ്. പുരസ്കാരത്തിൻ്റെ സ്വഭാവം ആജീവനാന്ത പുരസ്കാരമാണ്. ആദ്യമായി ഈ പുരസ്കാരം കരസ്ഥമാക്കിയത് ദേവിക റാണി 1969. അവസാന വിജയി ശ്രീ മോഹൻലാൽ 2023. ഇനി കുറച്ചുകൂടി ആഴത്തിൽ എന്താണ് ഈ പുരസ്കാരം എന്നതിനെക്കുറിച്ച് വ്യക്തമായി ഒന്ന് കേട്ടു നോക്കാം. ഇന്ത്യയിലെ സിനിമാ മേഖലയിലെ ഏറ്റവും ഉയർന്ന അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഇന്ത്യ ഗവൺമെൻറ് നൽകുന്നതും ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ വർഷം തോറും നൽകുന്നതുമാണ് ഈ പുരസ്കാരം. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും വികാസത്തിനും നൽകിയ മികച്ച സംഭാവനകൾക്ക് സ്വീകർത്താവിനെ ആദരിക്കുന്നു. കൂടാതെ ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖ വ്യക്തികളടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് പുരസ്കാരം നേടുന്ന ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. പുരസ്കാരത്തിൽ സ്വർണ്ണ കമലം അഥവാ സ്വർണ്ണ താമര, അതിൻ്റെ പതക്കം, ഒരു ഷാൾ, 10 ലക്ഷം രൂപയാണ് ക്യാഷ് പ്രൈസ് എന്നിവ ഈ ഇനത്തിൽ അല്ലെങ്കിൽ ഈ അവാർഡ് പുരസ്കാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1969 ആദ്യമായി സമ്മാനിച്ച ഈ അവാർഡ് ഇന്ത്യൻ സിനിമയ്ക്ക് ദാദാ സാഹിബ് ഫാൽക്കെ നൽകിയ സംഭാവനകളെ അനുസ്മരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തി. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫാൽക്കെ ഇന്ത്യയിലെ ആദ്യത്തെ മുഴുനീള ഫീച്ചർ ചിത്രമായ രാജ ഹരിശ്ചന്ദ്ര 1913 സംവിധാനം ചെയ്ത ഒരു ഇന്ത്യൻ ചലച്ചിത്രകാരനായിരുന്നു. 17ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ ആദരിക്കപ്പെട്ട നടി ദേവിക റാണിയാണ് ആദ്യ അവാർഡ് ജേതാവ്. 2024 വരെ 54 അവാർഡുകൾ നേടിയിട്ടുണ്ട്. അവരിൽ നടന്മാരായ പൃഥ്വിരാജ് കപൂർ 1971, വിനോദ് ഖന്ന 2017 എന്നിവർ മാത്രമാണ് മരണാനന്തരം അവാർഡ് ജേതാക്കൾ. കപൂറിൻ്റെ മകൻ രാജ് കപൂർ 1971 19ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ അദ്ദേഹത്തിനു വേണ്ടി അവാർഡ് സ്വീകരിച്ചു. കൂടാതെ 1987 35ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാനത്തിൽ അദ്ദേഹം ഒരു ജേതാവ് കൂടിയായിരുന്നു. വ്യത്യസ്ത വർഷങ്ങളിൽ ഈ അവാർഡ് ലഭിച്ച സഹോദരങ്ങളുടെ ജോഡികൾ ഉൾപ്പെടെ നിരവധി ജോഡി സഹോദരങ്ങൾ ഈ അവാർഡ് നേടിയവരിൽ ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന് BN റെഡ്ഡി 1974, B നാഗിറെഡ്ഡി 1986, രാജ് കപൂർ 1987,
ശശി കപൂർ 2014. ലതാ മങ്കേഷ്കർ 1989. ആശ ഭോസ്ലെ 2000. ബി ആർ ചോപ്ര 1998. യാഷ് ചോപ്ര 2001. ഏറ്റവും പുതിയ അവാർഡ് ജേതാവ് 2023 മുതിർന്ന നടൻ ശ്രീ മോഹൻലാലാണ്. 2025 സെപ്റ്റംബർ 23 ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു അദ്ദേഹത്തെ 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ ആദരിച്ചു. 65 വയസ്സുള്ളപ്പോൾ ഈ ബഹുമതി ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ശ്രീ മോഹൻലാലായി. ആരാണ് ദാദാ സാഹിബ് ഫാൽക്കെ എന്നത് ഒന്ന് കേട്ടു നോക്കാം. ദാദാ സാഹിബ് ഫാൽക്കെ ചലച്ചിത്ര നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തനായ ദാദാ സാഹിബ് ഫാൽക്കെ എന്ന ദുതിരാജ് ഗോവിന്ദ് ഫാൽക്കെ ഭാരതീയ ചലച്ചിത്രത്തിൻ്റെ പിതാവായി ഗണിക്കപ്പെടുന്ന ചലച്ചിത്ര പ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 30 ഏപ്രിൽ 1870. അദ്ദേഹത്തിൻ്റെ മരണം 16 ഫെബ്രുവരി 1944. 1913 ഇറങ്ങിയ രാജ ഹരിശ്ചന്ദ്ര എന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ കന്നി സംരംഭം. ഭാരതത്തിലെ ആദ്യ മുഴുനീള ഫീച്ചർ ചലച്ചിത്രമായി ഇതിനെ കണക്കാക്കുന്നു. 95 ചിത്രങ്ങളും 26 ചെറുചിത്രങ്ങളും 19 വർഷ കാലയളവിലെ ചലച്ചിത്ര ജീവിതത്തിൽ ഫാൽക്കെ സംഭാവന ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ചിത്രങ്ങളാണ് മോഹിനി ഭസ്മാസുർ 1913, സത്യവാൻ സാവിത്രി 1914, ലങ്കാ ദഹൻ 1917, ശ്രീകൃഷ്ണ ജനം 1918, കാളിയ മർദ്ദൻ 1919 എന്നിവ. 1969 ഭാരത സർക്കാർ ദാദാ സാഹിബ് ഫാൽക്കെയെ ആദരിച്ചുകൊണ്ട് തുടങ്ങിയ പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഈ പുരസ്കാരം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമാണ്. ഭാരതീയ ചലച്ചിത്രത്തിന് നൽകപ്പെടുന്ന ആജീവനാന്ത സംഭാവനയ്ക്കായാണ് ഈ അവാർഡ് നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതരേഖയൊന്ന് കേട്ടു നോക്കാം. ഫാൽക്കെ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഒരു പുരോഹിത കുടുംബത്തിലാണ് ജനിച്ചത്. ജെ സ്കൂൾ ഓഫ് ആർട്സിലും ബറോഡയിലെ കലാഭവനിലും അദ്ദേഹം പഠിച്ചു. പിന്നീട് ആർക്കിടെക്ചറും അഭ്യസിച്ചു. പെയിന്റിങ്ങിലും നാടക അഭിനയത്തിലും മാജിക്കിലുമായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. അച്ചടിശാല തുടങ്ങിയ ഫാൽക്കെ സിനിമയിലേക്ക് തിരിഞ്ഞു. പ്രഥമ ഇന്ത്യൻ കഥാചിത്രം രാജ ഹരിശ്ചന്ദ്ര നിർമ്മിച്ചു. ഭസ്മാസുര മോഹിനി, ഗംഗാവതാരം, സാവിത്രി, ലങ്കാദഹൻ, ശ്രീകൃഷ്ണ ജന്മ, സേതു ബന്ധനം തുടങ്ങി 100ഓളം ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോയും സ്ഥാപിച്ചു. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം 2023. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായ ചലച്ചിത്ര താരമാണ് ശ്രീ മോഹൻലാൽ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് അദ്ദേഹം. ആദ്യം ലഭിച്ചത് സംവിധായകനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ്. വർഷം 2004. ദാദാ സാഹിബ് ഫാൽക്കെയുടെ സ്മരണാർത്ഥമാണ് കേന്ദ്ര സർക്കാർ 1969 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി തുടങ്ങിയത്. നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടണേ. വീണ്ടും നല്ലൊരു വിഷയവുമായി നമുക്ക് വരാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.